قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇസ്ലാമിലെ സ്ത്രീ എന്ന ടോപ്പിക്കുമായി ലിയാഖത്ത് അലി ഡോക്ടർ അനിൽ മുഹമ്മദിന് കൊടുത്ത ഒരു മറുപടി വീഡിയോ. അതിൻ്റെ 3 ഭാഗങ്ങളായിട്ട് നമ്മളതിന് ലിയാഖത്ത് അലിക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇത് 4ാമത്തെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഖുർആനിൻ്റെ 4:34 പുരുഷൻ സ്ത്രീക്ക് മേൽ നിയന്ത്രണ അധികാരമുണ്ട്, അതുപോലെ അടിക്കാം എന്നുള്ള ആ 2 ടോപ്പിക്കിന് മറുപടി കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിരുന്നു. 3ാമത്തെ ഭാഗത്ത്. ഇന്ന് മറ്റൊരു ഹദീസ്, അതേ വീഡിയോയിൽ തന്നെ ഒരു ഹദീസ് എടുത്തിട്ട് ഇത് ഡോക്ടർ അനിൽ മുഹമ്മദിനുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഹദീസ്. അതുകൊണ്ടാണ് നമ്മൾ തലക്കെട്ടിലും തിരിച്ച് ലിയാഖത്ത് അലി തന്ന സമ്മാനം തിരിച്ചു നൽകുന്നു എന്ന ടോപ്പിക്ക് ഇടാൻ കാരണം. അതെന്താ കാരണം എന്നുള്ളത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ ആ സമ്മാനം തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ഹദീസ് ഒന്ന് കേൾക്കുക. ഞാൻ ഈ ഭാര്യയെ തല്ലുന്നതും ഇസ്ലാമിലെ ലൈംഗിക അരാജകത്വത്തിൻ്റെയും തെളിവായിട്ട് ഒരു ഹദീസ് തരാം. നിങ്ങളിത് അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഹദീസായിരിക്കാം ഇത്. മുവത്ത മാലിക്കിലുള്ള ഒരു ഹദീസ്. ഈ ഹദീസിന്റെ പശ്ചാത്തലം, ഈ ഹദീസിൽ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉമറിന്റെ കാലത്തായിരിക്കാം, കാരണം ഉമറിന്റെ അടുത്താണ് പരാതിയുമായിട്ട് ആളുകൾ വരുന്നത്. 2ാം ഖലീഫയുടെ മുമ്പിൽ ഒരു പരാതി എത്തും. പരാതി എന്താണെന്ന് വെച്ചാൽ, അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ട്. അയാൾ ഭാര്യയായിട്ട് ജീവിക്കുന്നു, അപ്പുറത്ത് ഒരു അടിമ സ്ത്രീ ഉണ്ട്. അപ്പോൾ ഈ അടിമ സ്ത്രീയുമായി ഇയാൾ ശാരീരിക ബന്ധം പുലർത്തുമായിരുന്നു. അത് ഈ ഭാര്യയ്ക്ക് മനോവിഷമം ഉണ്ടാക്കി. ഭാര്യ എന്ത് വെച്ചാൽ ഈ അടിമ സ്ത്രീയെ പിടിച്ച് മുല കുടിപ്പിച്ചപ്പോൾ പിന്നെ മുലകുടി ബന്ധത്തിലുള്ള മകളായല്ലോ. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ അവൾക്ക് മുല കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞൊന്ന് സൂക്ഷിച്ചാളി എന്ന് പറഞ്ഞു. മുലകുടി ബന്ധത്തിന്റെ ഹദീസും നിങ്ങൾ ഇത്തരണത്തിൽ ഇതിനോട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ വായിക്കാം, നിർബന്ധമില്ല. അപ്പൊ ഈ ചങ്ങാതി കംപ്ലൈന്റുമായിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ അടുത്ത് ചെന്നു. ഉമറിനോട് ചെന്നിട്ട് പറഞ്ഞു, ഉമറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്റെ പെണ്ണുങ്ങൾ പണി പറ്റിച്ചു ഉമറെ, എനിക്ക് എന്റെ അടിമസ്ത്രീന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനായി, അവൾക്ക് മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമർ കൊടുത്ത മറുപടി, ഉമർ കൊടുത്ത ഉത്തരവ് വായിച്ചോളി. എന്താ വായിച്ചത്? ഉമർ ഭാര്യക്ക് നല്ല അടി കൊടുക്കാനും അടിമപ്പെണ്ണിന്റെ അടുത്ത് ധൈര്യമായിട്ട് പോയിക്കോളാനും ഉമർ നിർദ്ദേശം കൊടുത്തു എന്നാണ് ഹദീസിലുള്ളത്. ഇത് മുവത്ത മാലിക്കിലുള്ള ഹദീസാണ്. sunna.com നിങ്ങൾക്ക് കാണാൻ പറ്റും. മുവത്ത മാലിക്കിൽ ഈ നമ്പർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ ഈ ഹദീസിലെ യുണീക്ക് ആയിട്ടുള്ള ഏതെങ്കിലും 2-3 കീവേഡ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ഈ ഹദീസ് കിട്ടും. ഇത് അനിൽ മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉപഹാരമാകുന്നു. കാരണം ഈ ഹദീസ് അധികം നമ്മൾ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു ഹദീസാണ്. ഇത് അനിൽ മുഹമ്മദിന് പ്രത്യേകമായിട്ട് നമ്മൾ ഇസ്ലാമിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് വിശദീകരിക്കാൻ വേണ്ടി, ഈ അടിമ സ്ത്രീ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഒരാള് ഭാര്യയുടെ കൂടെ തന്നെ ജീവിക്കുന്ന മറ്റൊരു അടിമ സ്ത്രീയുമായി ബന്ധപ്പെടുന്നതും അതിൽ ഭാര്യയ്ക്കുണ്ടാകുന്ന മനോവിഷമത്തിന്റെ ഭാഗമായിട്ട് മുലകുടി എന്ന് പറയുന്ന പ്രയോഗം നടത്തുന്ന ഭാര്യയും അത് ചോദ്യം ചെയ്തുകൊണ്ട് ഭർത്താവ് അപ്പീൽ പോകുന്ന അടിമ സ്ത്രീയെ സമീപിക്കാനുള്ള അവകാശം തിരിച്ചു കിട്ടാൻ വേണ്ടി ഹനീഫെടുത്ത് പോകുന്നതും അതിന്റെ ഭാഗമായി ഭർത്താവ് ഭാര്യയെ അടിക്കാൻ ഉത്തരവിടുന്നതുമായിട്ടുള്ള രംഗം ഹദീസിലുള്ളത്. അപ്പം ക്ലിപ്പ് കേട്ടല്ലോ. ഇതിനകത്ത് ഒരു ഹദീസ്, മുവത്ത മാലിക്കിലുള്ള ഒരു ഹദീസ് വായിച്ചിട്ട് ഇസ്ലാമിൻ്റെ ലൈംഗിക അരാജകത്വം എന്നാണ് തുടങ്ങുന്നത്. ഈ ഹദീസിൽ എന്താണ് ലൈംഗിക അരാജകത്വം ഉള്ളത് അവസാനം ഞാൻ ചോദിക്കും. അപ്പോൾ ഇന്നത്തെ വ്യൂവേഴ്സ് നിങ്ങൾ നോക്കുക എന്താണ് ഇതിനകത്ത് അരാജകത്വം ഉള്ളതെന്നുള്ളത്. 2ാമത്തത് ഭാര്യയെ തല്ലുന്ന ഹദീസ് എന്നും പറഞ്ഞാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 2ഉം ശരിയല്ല എന്നുള്ളത് നമുക്ക് അവസാനം കാണാം. അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു സഹാബിയാണെന്ന് അറിയാൻ പേര് ശ്രദ്ധിച്ചില്ല, ഓക്കെ, ഒരു സഹാബി തന്നെ കൂട്ടിക്കയറാം. വന്നിട്ട് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അപ്പം അടിമ സ്ത്രീയായിട്ട് ബന്ധപ്പെടാമെന്നുള്ളത് ഇസ്ലാമിലെ നിയമമാണ്. അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോകൾ അടിമ സ്ത്രീയും അടിമ സമ്പ്രദായമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളതിപ്പം അതിന് കാരണങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാം അടിമ സ്ത്രീകളുമായിട്ട് അവരായിട്ട് ചേരാം എന്നുള്ളത് അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സെപ്പറേറ്റ് പല പ്രാവശ്യം നമ്മൾ വിശദീകരിച്ചാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇസ്ലാമിക റൂൾ അതുകൊണ്ടെന്ന് മാത്രം ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. അടിമ സ്ത്രീയായിട്ട് ചേരാം എന്നുള്ളതുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? ആ സ്ത്രീക്ക് പോയി മുല കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആ സ്ത്രീ മകൾ എന്നുള്ളത് ഇത് മാതാവാകും. അപ്പം ഉമറിൽ അത് എന്താവും? മകൾ സ്ഥാനത്തേക്ക് വരും. അപ്പം എങ്ങനെയാണ് ഇനിയിപ്പം അവരുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യുക? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കാര്യം വന്ന്
ഉമർ റളിയല്ലാഹു അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഉമർ റളിയല്ലാഹു അടിക്കാൻ പറഞ്ഞിട്ട്, ഭാര്യ അടിക്കുക എന്ന് പറഞ്ഞിട്ട് ലൈംഗികബന്ധം ചേരുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലിയാഖത്തിലെ ഹദീസ് നിർത്തി. ഹദീസ് അതോടെ തീരുന്നില്ല, അവളാണ് ഈ തരികട കാണിക്കുന്നത്. ഹദീസ് പിന്നെയും ഉണ്ട്, അത് പറയാതെ, അത് എന്തുകൊണ്ട് ലിയാഖത്തിൽ മുക്കി എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അത് പറയാതെ അടിക്കാൻ പറഞ്ഞു, ഇതാണ് കൂട്ടരെ ഇസ്ലാമിൻ്റെ നിയമം, കണ്ടില്ലേ അടിക്കാൻ പറഞ്ഞു എന്നുള്ളത്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു ഒരു കാര്യം ചെയ്താൽ അത് ഇസ്ലാം ആകില്ല. അതാദ്യം മനസ്സിലാക്കും. ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനിൽ വേണം, അല്ലെങ്കിൽ പ്രവാചകൻ പറയണം. വഹിയിൽ വന്നാൽ മാത്രമേ ഇസ്ലാം ആവത്തുള്ളൂ. ഒരു വഹി ഖുർആനാണ്, മറ്റൊരു വഹി ഹദീസാണ്. ഹദീസ് നിങ്ങൾക്കറിയാം സഹിയായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. സഹിയായെന്ന് സ്ഥിരപ്പെടാൻ അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്, അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അങ്ങനെ ഹദീസ് വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇസ്ലാമിൻ്റെ ഇതിൽ വരണമെന്നുള്ളത്. ഉമറില്ലാഹു ചെയ്തെന്നും പറഞ്ഞിട്ട് അത് ഇസ്ലാമിൻ്റെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്ന്, അതുപോലെ ഉമറില്ലാഹു കയ്യിൽ എപ്പോഴും ചാട്ടവാർ കൊണ്ട് നടക്കുന്ന ഒരാളാണ്, ദേഷ്യമുള്ള ആളാണ്. എന്ത് തെറ്റ് കണ്ടാലും അടിക്കും. അതെന്ന് വെച്ചാൽ സഹാബികളൊക്കെ പറയുന്ന കേൾക്കാം, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് ഞാൻ ചോദിച്ചില്ല, ഇത്ര നാളും പെട്ടെന്ന് ദേഷ്യക്കാരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കും എന്നുള്ള, അത് ഇസ്ലാമാകും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണത്. എന്തെങ്കിലും പറഞ്ഞ് അടിക്കാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പം പേടിച്ചൊക്കെ ആൾക്കാരെ ചോദിക്കുന്നത്, ചാട്ട ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ അടിക്കുന്നു പേടിച്ചിട്ടാണ് കുറേ നാൾ ഈ സംശയം ഞാൻ മനസ്സിൽ വെച്ചത്, എന്നാലും ഞാൻ ചോദിച്ചു എന്നൊക്കെ ഒരുപാട് വേറെ ഹദീസുകൾ കാണാം. അപ്പം അതൊന്നും ഇസ്ലാം ആകത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ലിയാഖത്തിൽ മുഹമ്മദ് പറയുന്നത് ഇസ്ലാം ആവില്ല, അത് ഇസ്ലാമിൻ്റെ റൂളും ആവത്തില്ല. ഓക്കെ, ഇനി ആ മുലകുടി ഹദീസിനെ കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരണത്തിൽ നിങ്ങൾക്ക് മുലകുടി ഹദീസുമായിട്ട് ഇത് ബന്ധിപ്പിച്ച് നോക്കാമെന്നുള്ളത്. അതിൻ്റെ ഉത്തരം ലിയാഖത്തിൽ വിഴുങ്ങിയ ഭാഗത്തുണ്ട്. എന്താണ് മുലകുടി ഹദീസ് എന്നുള്ളത്. ആ ഹദീസിൻ്റെ ലാസ്റ്റ് ഉമർ റളിയല്ലാഹു കാരണം പറയുന്നുണ്ട്. അത് നിൻ്റെ ഭാര്യ മാതാവിൻ്റെ സ്ഥാനത്ത് വരില്ല. കാരണം കൊച്ചായിരുന്നപ്പോൾ, കുട്ടിയായിരിക്കുമ്പോൾ മുല കൊടുത്താൽ മാത്രമാണ് മുലകുടി ബന്ധം ഉണ്ടാവുക. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഒരുപാട് ഹദീസുകൾ നിങ്ങൾക്ക് കാണാം പ്രവാചകൻ പറഞ്ഞത്. കൊച്ച് ആ ആഹാരം മാത്രം കഴിക്കുന്ന സമയത്ത്, അതായത് പാല് മാത്രം, മുലകുടി മാത്രം ഉള്ള സമയത്ത് കൊടുത്താൽ മാത്രമാണ് മുലകുടി ബന്ധം ഉണ്ടാവുക എന്ന് പല പറയുന്ന കാണാം. അതുപോലെ ഖുർആനിൽ തന്നെ കാണാം മുലകുടി പ്രായം 2 വർഷമാണെന്ന് കാണാം. അതല്ലാതെ മൂത്തവർക്ക് മുലകുടി കൊടുത്തു എന്നുള്ളത് ഈ ആയത്തുകൾക്കും ഈ ഹദീസിനൊക്കെ എതിരായതുകൊണ്ട് ആ ഹദീസ് നിൽക്കത്തില്ല. നിങ്ങൾ സാലിമിൻ്റെ ഹദീസ് കൊണ്ടുവന്നാലും വേറെ എന്ത് ഹദീസ് കൊണ്ടുവന്നാലും അത് സെപ്പറേറ്റ് ടോപ്പിക്കാണത്. ഇൻഷാല്ലാ സമയം കിട്ടുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ടൊരു സെഷൻ അതിൻ്റെ എല്ലാ ഹദീസുകളും എടുത്ത് വെച്ച് സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ബേസിക് റൂൾ മാത്രം മനസ്സിലാക്കുക. മുലകുടി ബന്ധമാവണമെങ്കിൽ അതിന് എന്താണ്, ആ 2 വയസ്സിനകത്ത് നടക്കണം, മുലകുടി പ്രായത്തിനുള്ളിൽ നടക്കണം. അതും ആ കുട്ടി അത് മാത്രം കഴിക്കുന്നത്, അതും ഒരു വട്ടം 2 വട്ടം ആകുമ്പോൾ 5 വട്ടം കുടിച്ചാൽ മാത്രമേ ആവത്തുള്ളൂ. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അത് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ ക്ലിയർ ആയിട്ട് മുരളിൽ പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഈ മുലകുടി ബന്ധം എന്നുള്ളതിനാണ് പേര്, അല്ല അടിക്കുന്നതല്ല ബന്ധം. ആ സക്ലിംഗ് എന്നുള്ള ചാപ്റ്ററിനകത്താണ് ഇത് വരുന്നത്. അത് ക്ലീനായിട്ട് ലിയാഖത്തിൽ മുക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മുക്കിയത് ആ ഉടായ്പ് ലിയാഖത്തിൻ്റെ കയ്യിലിരിക്കട്ടെ. അതുകൊണ്ട് തന്ന സമ്മാനം നല്ലൊരു മിഠായി പേപ്പറിൽ പൊതിഞ്ഞ് ലിയാഖത്തിൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കുക. ഇത് വേറെ എവിടെയെങ്കിലും ചിലവാകും, നമ്മളടുത്ത് നടക്കത്തില്ല. ഇവിടെ ശരിക്കും ലിയാഖത്തിലെ നോക്കി ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ എല്ലാം കള്ളം പറയുന്നു, എവിടെ എല്ലാം മുക്കുന്നു എന്നുള്ളത്. അപ്പോൾ പഴയ പോലെ കള്ളങ്ങൾ അടിച്ചു വിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെയാണ് മാക്സിമം നിങ്ങൾ ഇനി പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം ഓൾറെഡി പറഞ്ഞതാണെങ്കിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ഓരോ തരികടകളും നമ്മൾ പുറത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു വീഡിയോ മാത്രം എന്താണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞ അനിൽ മുഹമ്മദിന് കൊടുത്ത വീഡിയോയുടെ 1 മണിക്കൂറായിരിക്കും ഞങ്ങൾ 4 പാർട്ടാക്കിയപ്പോൾ. ഇനിയും കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ പോലെ എല്ലാ കാലങ്ങൾ പല സൈഡിൽ നിന്ന് അടി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊന്നും നിങ്ങളുടെ ഇത് നമ്മൾ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പലരും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടിരുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അത് സാമൂഹ്യ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ഉന്നതമായ ഒരു മതത്തിന്, ഒരു സമൂഹത്തിന് അത്യാവശ്യം വേണ്ട ഒരു മതത്തിന് നിങ്ങളത് ഇല്ലാതാക്കി നിങ്ങളുടെ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. ഇത് നാളെ സമൂഹത്തിന് വലിയ ആപത്ത് വരുത്തും. പണ്ട് നമ്മൾ ദാവത്ത് മാത്രമായിരുന്നു നമ്മൾ മനസ്സിലെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഒരു സാമൂഹിക വിപത്തിനെ ചെറുക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ വെച്ചിട്ടാണ് നമ്മളിപ്പം
കുറേ സമയം ഇല്ലാതിരുന്നിട്ടും നിങ്ങളുടെ കുറേ നടന്ന് ഇതിനകത്ത് വീഡിയോ കൊടുക്കുന്നത് ആൾക്കാർ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പം അടിക്കാൻ പറഞ്ഞു എന്നുള്ളത് ഉമറിന്റെ ആ ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലാണ് അടിക്കാൻ പറഞ്ഞത്. ആ മുലകുടി ആ സ്ത്രീ ചെയ്ത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമെല്ലാം ഡൈവേഴ്സ് വാങ്ങിച്ച് പോവാം. ഒരു ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു അടിമസിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല, ഡൈവേഴ്സ് ഉണ്ട്, ഇസ്ലാം അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമല്ലെങ്കിൽ പോവുക. പക്ഷെ ഇവർ പറയുന്നത് ഇത് ഇസ്ലാം കണ്ടില്ലേ ഒരു സ്ത്രീക്ക് എന്ത് വേദന ഉണ്ടാവും എന്ന് പറയുന്നവർ, ഏത് ഈ സ്ത്രീക്ക്, ഈ ഭാര്യയ്ക്ക് അടിമ സ്ത്രീയായിട്ട് ചേർന്ന് കണ്ട വേദന ഉണ്ടാവുന്നു. ഇവരുടെ സിദ്ധാന്തം എന്താണ്? കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ആർക്കുമായിട്ട് ചേരാം. ഒരു സ്ത്രീക്ക് തന്നെ പറയാൻ പറ്റും നിങ്ങൾ വേറെ ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ആരോടെ പോവാം, വീട്ടിലിരിക്കുന്ന സ്ത്രീ ഒരാൾക്കോടെ പോവാം എന്ന് പറയുന്ന ആൾക്കാരാണ്. കൺസെൻറ്റ് ചോദിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ആരടുത്തും ചോദിക്കാം. ഇത് ശരിയാക്കത്തിൽ പറയുന്ന സ്വന്തം എന്താ പറഞ്ഞാൽ ആർക്കും തോന്നിയാണൊക്കെ പറയാമല്ലോ. ഞാൻ ചോദിക്കുമെന്ന് ഒരാൾ പറയുന്നില്ല, വിനായകൻ പറഞ്ഞില്ലേ, ആ ഏത് പെണ്ണിനടുത്ത് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഒരു ഭാര്യയും സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കണ്ടില്ലേ എന്താണ് ഇവിടെ വലിയ പ്രശ്നം നടക്കുന്നു, ലൈംഗിക അരാജകത്വം നടക്കുന്നു എന്ന് പറയാൻ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ട ലിയാക്കത്തിൽ. അപ്പോൾ തൽക്കാലം ആ സമ്മാനം വെച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്ക്. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ഭാഗങ്ങൾ വരാം. അസ്സലാമു അലൈക്കും.